ഹലോ ഗൈസ്, എന്റെ പേര് ആഷിഖ്. അതിന് എല്ലാവർക്കും എന്നെ അറിയപ്പെടുന്നത് ഹെയർ ബോയ് എന്നാണ്. ഓ കഷ്ടപ്പെട്ട് ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. പിന്നെ പ്ലേ ബോയ് എന്ന്. എടാ നീ ആദ്യം പറഞ്ഞു നീ ആഷിഖാണെന്ന്, പിന്നെ പറഞ്ഞ് ഹെയർ ബോയ് ആണെന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞ് പ്ലേ ബോയ് ആണെന്ന്. സത്യത്തിൽ കോലത്തും. എന്റെ പേര് ആഷിഖ്. ആഞ്ജനേയ സ്വാമി. പിന്നെ ഞങ്ങൾക്ക് അതല്ലേ പണി, ഈ ഇന്റർവ്യൂ ചെയ്യാനും മാത്രം. ഇവരൊക്കെ ആരാ അതിന്? അല്ല, നെഗറ്റീവ് കമന്റ് വന്നാൽ അത് പിന്നെയും ചെയ്യണത് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണോ? അല്ല, ഞാൻ മനഃപൂർവ്വം. നീ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് ഈ ചോദ്യം പിന്നെ ചോദിക്കുന്നത്? ഇന്റർവ്യൂ ഒക്കെ ആകുമ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണ്ടേ? വാട്ട് ഡു യു എക്സ്പെക്ട്? അത് നിന്റെ തന്ത ആവും പോലെ എന്റെ തന്ത ആവണമെന്ന് വെച്ചാൽ ഒരാൾ ഇൻഡയറക്ട്ലി മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചപ്പോ കൊരവേറ്റുകൊണ്ട് പോന്നു. വാട്ട് ഗൈസ്, ഇവരൊക്കെ എന്തിനാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത്? ആരാ ഇവരൊക്കെ? അരെ ബൈ വാട്ട് കോക്കനട്ട് ഇസ് ദിസ്? തിയേറ്ററിൽ കിടന്ന് തെരുവ് സർക്കസ് കാണിക്കുന്നതാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഇപ്പോഴത്തെ മൂവി റിവ്യൂവേഴ്സ് ആണ്. ഇവർക്ക് ചുറ്റി ഈ ക്യാമറയും തൂക്കി പിടിച്ച് വളഞ്ഞു നിൽക്കുന്ന വാണങ്ങൾ ആരൊക്കെയാണ്? അതിന് നീ ഏതാ? എന്തിനാണ് ഇവരുടെ പുറകെ ഈ ക്യാമറയും തൂക്കി പിടിച്ച് നടക്കുന്നത്? ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്നാ ചോദ്യമാരുടെ ചുണ്ണി നീ ചോദിച്ചേ? നല്ല ഒന്നാന്തരം 916 ഫാദർലെസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി. ഗൈസ്, എന്തിനാണ് ഈ ഫാദർലെസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്റർവ്യൂസിൽ ചോദിക്കുന്നത്? അതൊക്കെ എടുത്ത് എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നേ? പിന്നെ പ്ലേ ബോയ് എന്ന്. അത് നിന്റെ തന്ത ആവും പോലെ എന്റെ തന്ത ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഗൈസ്, വാട്ട്സ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി? ആരാ ഇവരൊക്കെ? ഗൈസ്, ഞാൻ ഈ സൊസൈറ്റി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 14 കൊല്ലമായി കാണും. എന്നാൽ ഇവരൊക്കെ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ മീൻ അനദർ യൂണിവേഴ്സ്. ആരാണ് ഈ മീഡിയക്കാർ? വൈ ദർ ഇന്റർവ്യൂസ് ഗോൺ റോങ്? ഗൈസ്, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദേ ആർ ദി ഓൺലൈൻ പാപ്പരാസി മീഡിയാസ് ആൻഡ് ദേ ബിലോങ് ടു ദി ഓൺലൈൻ മീഡിയ കമ്മ്യൂണിറ്റി. ലോകത്ത് എവിടെ ചെന്നാലും ഈ മീഡിയ വാണങ്ങളെ കാണാൻ പറ്റും. അവർ എക്സ്ക്ലൂസീവിന്റെയും റിവ്യൂസിന്റെയും ഇന്റർവ്യൂസിന്റെയും പുറകെ ആയിരിക്കും. യു നോ വാട്ട്, ഇറ്റ്സ് ഓൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ കോവിഡ്. കോവിഡിന് ശേഷം നമ്മുടെ സൊസൈറ്റി 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കോവിഡ് വാക്സിൻസ് കൊണ്ട് പലരുടെയും കോവിഡ് മാറി. 2, ഈ കോവിഡ് മാറിയ കുറെ പേർ കുറച്ച് സോഷ്യൽ മീഡിയ ചാനൽസും തുടങ്ങി മറ്റുള്ളവരുടെ ഇന്റർവ്യൂസും റിവ്യൂസും എക്സ്ക്ലൂസീവ്സും എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മീഡിയ വാണങ്ങൾ മറ്റുള്ളവരുടെ ചുണ്ണിത്തരങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒതുക്കാതെ കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇടാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ചുണ്ണിത്തരങ്ങളും ക്യൂട്ട്നെസ്സും വെകുളിത്തരം എല്ലാം എക്സ്ക്ലൂസീവ്സ് റിവ്യൂസും ഇന്റർവ്യൂസും ആയിട്ട് പോസ്റ്റ് ചെയ്ത് ഈ നാട്ടിൽ ഒരു പുതിയൊരു കൾച്ചർ തന്നെ ഉമ്മാർ ഉണ്ടാക്കിയെടുത്തു. അതായത് ഈ ഓൺലൈൻ മീഡിയ കൾച്ചർ. ഹേ ഫോക്സ്, പണ്ടൊക്കെ ഒരു കല്ല് പറക്കി മേലോട്ടെറിഞ്ഞാൽ അത് ചെന്ന് വീഴുന്നത് ഏതെങ്കിലും ബീട്ടക്കാരന്റെ തലയിലായിരുന്നേനെ. ബട്ട് ഇന്ന് ആ കല്ല് ചെന്ന് വീഴുന്നത് ഏതെങ്കിലും മീഡിയ വാണങ്ങളുടെ തലയിലായിരിക്കും. ബിക്കോസ് ദേ ആർ മോർ ഇൻ നമ്പേഴ്സ് നൗ ഡേയ്സ്. ഫാദർലെസ് ക്വസ്റ്റ്യൻസ്, അൾട്രാ സൂമിംഗ് ആൻഡ് ഫോക്കസിംഗ്, ചുണ്ണി ക്യാപ്ഷൻസ് ഒക്കെയാണ് ഈ ഓൺലൈൻ മീഡിയ വാണങ്ങളെ മറ്റു മാപ്രകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. എന്തൊക്കെയാലും ഈ മീഡിയ വാണങ്ങൾ 3 രീതിയിലാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. ഒന്ന്, എക്സ്ക്ലൂസീവുകൾ എടുക്കാൻ വേണ്ടി. കൂടുതൽ ഈ സെൽഫ് പ്രൊക്ലൈംഡ് സെലിബ്രിറ്റീസിന്റെയും സിനിമ സെലിബ്രിറ്റീസിന്റെ പുറകെ ആയിരിക്കും ഈ എക്സ്ക്ലൂസീവ് മീഡിയ വാണങ്ങൾ. കല്യാണത്തിന് പോയ അവിടെ, മെർമെയ്ഡിനെ കാണാൻ പോയ അവിടെ, തിയേറ്ററിൽ പോയ അവിടെ, ഇവൻ കക്കൂസി വരെ പോയ ഇവന്മാർ എക്സ്ക്ലൂസീവ്സ് എടുക്കാൻ പറ്റും. വൈ? ചുരുക്കി പറഞ്ഞ സെലിബ്രിറ്റീസ് എവിടെ ഉടുത്തൊരുങ്ങി പോയാലും ഈ എക്സ്ക്ലൂസീവ് മീഡിയ വാണങ്ങൾ അവർ ചെല്ലുന്നതിന് മുമ്പ് അവിടെ വരും. ഹൗ? ഇനോവാട്ട് സെലിബ്രിറ്റീസും മീഡിയക്കാരും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ട്. അതായത് ഗണിച്ചറിയാൻ പവറില്ലാത്ത ഈ മീഡിയക്കാർക്ക് സെലിബ്രിറ്റീസ് പോകുന്ന ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഈ സെലിബ്രിറ്റീസ് തന്നെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ സെലിബ്രിറ്റീസ് വരുന്നതിന് മുന്നേ തന്നെ എക്സ്ക്ലൂസീവ്സ് വിടാൻ വേണ്ടി ഈ ഓൺലൈൻ മീഡിയാസ് അവിടെ ഹാജരാകും. ആക്ടിങ് എന്തുവാ ചേച്ചി ഒന്നും അറിയാത്ത പോലെ? നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകുന്ന വിവരം പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യല്ലേ, ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തേ ഇല്ല. സോ ഈ സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ് മീഡിയ വാണങ്ങളെ വേണേ ഒരു പശുവും കാക്കയായിട്ട് കമ്പയർ ചെയ്യാം. അതായത് പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പ് മാറും എന്ന് പറയുന്ന പോലെ ഈ റിയൽ ലൈഫിൽ പട്ടി വിലയുള്ള ഈ സെലിബ്രിറ്റീസിന് ഈ ഓൺലൈൻ ചുണ്ണി മീഡിയക്കാർ കാരണം ഓസിന് ഒരു PR-ഉം കിട്ടും. അതേപോലെ തന്നെ ഈ സെലിബ്രിറ്റീസിന്റെ പട്ടി ഷോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ മീഡിയക്കാർക്ക് അവരുടെ ചാനലിന് റീച്ചും കിട്ടും. എന്താ ലെറ്റ് ഫോർ ദാറ്റ്. ഗൈസ്, ഈ എക്സ്ക്ലൂസീവ്സ് ഒക്കെ എടുക്കുന്ന മീഡിയ വാണങ്ങൾ അൾട്രാസോമിങ്ങിലും ഫോക്കസിംഗിലും ഒക്കെ സ്കിൽഡ് ആയിരിക്കും. കൂടുതൽ ഈ സെലിബ്രിറ്റീസിന്റെ പട്ടി ഷോ ഫോക്കസ് ചെയ്യുകയും അവരുടെ പിന്നാമ്പുറവും മുന്നാമ്പുറവും ഒക്കെ അൾട്രാസൂം വഴി സൂം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിലും ഭേദ ക്യാമറ എടുത്ത് അവളുടെ ഗ്ലാസിനകത്തോട്ട് വെക്കട ബട്ടർഫ്ലൈ വേണം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമായാലും.
അങ്ങനെ റിയൽ ലൈഫിൽ വഴിയെ കിടക്കുന്ന പട്ടി പോലും മൈൻഡ് ചെയ്യാത്ത ഈ സെൽഫ് പ്രൊക്ലൈംഡ് സെലിബ്രിറ്റീസിനെയൊക്കെ ഈ ഓൺലൈൻ മീഡിയ വാണങ്ങൾ എസ്പെഷ്യലി ദി എക്സ്ക്ലൂസീവ് വിങ് വാണങ്ങളാണ് മൈൻഡ് ചെയ്യുന്നത് കൂടുതലും ഒൺലി ബിക്കോസ് ഓഫ് ദ ടൈം. എന്തൊക്കെയാലും ഇവർ രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് ഒരു ഫേക്ക് റിയാലിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണാവോ? രണ്ടാമതായി റിവ്യൂസ് എടുക്കാൻ വേണ്ടി. കൂടുതൽ ഈ തിയേറ്ററിന്റെ ഒക്കെ പരിസരത്താണ് ഈ റിവ്യൂ മീഡിയ വാണങ്ങളെ കാണാൻ പറ്റുന്നത്. ഇമാരുടെ ഈ റിവ്യൂ എടുപ്പ് കാരണം ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോരോ അവതാരംസ് ഒക്കെ ഈ സിനിമയുടെ കൂടെ റിലീസ് ആവും. ഈ അവതാരത്തിനെയൊക്കെ അന്നിറങ്ങുന്ന സിനിമയുടെ ഫസ്റ്റ് നെയിം പ്ലസ് അണ്ണൻ എന്ന ഓമന പേരിട്ടാണ് ഈ ഓൺലൈൻ റിവ്യൂ മീഡിയക്കാർ ഇവരെ സോഷ്യൽ മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ റിവ്യൂ മീഡിയക്കാർ കാരണം ഓരോ സിനിമ ഇറങ്ങുമ്പോഴും സിനിമ റിവ്യൂസും മാത്രമല്ലാതെ ഈ അവതാരങ്ങളുടെ പേക്കൂത്തും കാണണം. ഫോർ എക്സാമ്പിൾ ആർ ടണ്ണൻ, അലിൻജോസ് പെരേര. ടർബോ സിനിമ ഇറങ്ങിയപ്പോൾ റിലീസായ ടർബോ വാണം, ഗോട്ട് ഇറങ്ങിയപ്പോൾ റിലീസായ ഇച്ചിമുള്ളി അണ്ണനൊക്കെ ഈ മീഡിയ വാണങ്ങളുടെ സംഭാവനയാണ്. എന്തല്ലേ ഗൈസ്, പണ്ടൊക്കെ ഒരു സിനിമ പൊട്ടണം മിനിമം ഒരു ദിവസമെങ്കിലും എടുക്കുമായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ഈ റിവ്യൂ വാണങ്ങൾ ഉള്ളതുകൊണ്ട് പൊട്ടുന്നതിന്റെ സ്പീഡ് ഹാഫ് ഡേ ആയിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വന്നിപ്പോ റിവ്യൂ പറയാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ വരെയുണ്ട്. അമ്പലത്തിൽ ചെന്നാൽ തീർത്ഥവും ചന്ദനം മേടിക്കണം എന്ന് പതിവുള്ളതുപോലെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ റിവ്യൂ പറയാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഈ റിവ്യൂ മീഡിയക്കാർ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തൊക്കെയാലും ഈ റിവ്യൂ പറഞ്ഞാലും ഇല്ലെങ്കിൽ പൊട്ടേണ്ട സിനിമയാണ് ഈ പൊട്ടി. പിന്നെ എന്തിനാണ് ഈ റിവ്യൂ എടുക്കാൻ വേണ്ടി തിയേറ്ററിൽ വരുന്നത്? മൂന്നാമതായി ഇന്റർവ്യൂസിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യും. പണ്ടൊക്കെ ഒരു ഇന്റർവ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമായിരുന്നു. ബട്ട് ഇന്ന് അങ്ങനെയല്ല. ഈ വാണ ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇന്റർവ്യൂസ് കിട്ടും. 100K അടിച്ച ഇന്റർവ്യൂ, തേപ്പ് കിട്ടിയ ഇന്റർവ്യൂ, ഇൻസ്റ്റാ ക്യൂട്ട്നെസ് തൂറി മെഴിക്കിയ ഇന്റർവ്യൂ, ഇച്ചിമുള്ളി ഫാൻസ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ, അങ്ങനെ എന്നാ വാണത്തരങ്ങളും സോഷ്യൽ മീഡിയ കാണിച്ച് എയറിൽ പോയാലും ഇന്റർവ്യൂ. ഈ ഊത്ത ഇന്റർവ്യൂസ് ഒക്കെ കാരണം ഈ ഇന്റർവ്യൂ എന്ന വേർഡിന്റെ തന്നെ വാല്യൂ ഇല്ലാതായി. ഗൈസ്, ഈ ടൈപ്പ് ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു മീഡിയം ലെവൽ സ്പേസ് യാത്രയ്ക്ക് ഒരു 3-4 വട്ടം നടത്തിയാൽ മതി. ഏതൊക്കെ തരം സ്പേസ് യാത്ര ഒരു നോർമൽ ഹ്യൂമന് നടത്താമെന്നൊക്കെ എന്റെ ഈ വീഡിയോ കണ്ടവർക്ക് കലക്കും. എന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു 1000 ഓറ പോയിന്റ്സ് തന്നിരിക്കുന്നു. കാണാത്തവരോട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് ഓറയില്ല. സോ ബാക്ക് ടു ടോപ്പിക്. ഗൈസ്, ഇപ്പൊ ഈ മീഡിയ വാണങ്ങൾ ട്രെൻഡിങ് ആക്കുന്ന ഒരു തരം ഇന്റർവ്യൂസ് ഉണ്ട്. അതാണ് ഇന്റർവ്യൂ ഗോൺ റോങ് ഇന്റർവ്യൂസ്. ഫാദർലെസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ ട്രിഗർ ചെയ്യിപ്പിച്ച് അവരുടെ വായിലിരിക്കുന്ന പുടുത്ത വർത്താനം മിണ്ടാതിരുന്ന് കേട്ട് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്ന പരിപാടിയാണിത്. ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ട്. പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യം ചോദിക്കുന്നത്. ഇല്ല, അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണയം? ഒരു പരിധിയുണ്ട്. കുറെ നേരം കാണാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂ ആണ് വിളിച്ചത്? സോ ഗൈസ്, ഇപ്പൊ ഇറങ്ങുന്ന മോസ്റ്റ് ഓഫ് ദ ഇന്റർവ്യൂ ഗോൺ റോങ് ഇന്റർവ്യൂസും സ്ക്രിപ്റ്റഡ് ആണ്. ജെനുവിൻ ആയിട്ടുള്ള ഫാദർലെസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സ്ക്രിപ്റ്റ് ചെയ്യാതെ തന്നെ ഇന്റർവ്യൂസ് എടുക്കുന്ന ആംഗേഴ്സ് ഉണ്ട്. പക്ഷേ ശരിക്കും ഒരു ഗുഡ് ഗേൾ സിൻഡ്രോം ഉണ്ട് പഞ്ചുവിന്. ഇപ്പൊ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരു പക്ഷേ OCD സിൻഡ്രോം ആയിരിക്കും. ഇങ്ങനെ ചെറുപ്പം മുതലേ OCD ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് പക്ഷേ ഇപ്പൊ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരു പക്ഷേ OCD സിൻഡ്രോം ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു റിലേഷനും ഇപ്പൊ ബ്രേക്കപ്പ് ആയതിൽ അതിലും നമുക്ക് റിഗ്രറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ജെനുവിൻ ആയിട്ട് 100% നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു തോൽവിയാണ് നമ്മൾ അവിടെ ഏൽക്കുന്നത്. അപ്പൊ ആ ഒരു ഹാർട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നേ മനസ്സിലല്ലേ. സോ ഗൈസ്, സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഈ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവായിരിക്കും. സോ ഇന്റർവ്യൂ വീഡിയോസിന് വ്യൂസ് കൂടാനും ചാനൽ റീച്ച് കൂടാനും വേണ്ടി പല മീഡിയ വാണങ്ങളും ഇപ്പോൾ ഇന്റർവ്യൂ ഗോൺ റോങ് ഇന്റർവ്യൂസ് ആണ് എടുക്കുന്നത്. വന്നിപ്പോ ബെസ്റ്റ് ഇന്റർവ്യൂ ഗോൺ റോങ് ഇന്റർവ്യൂസിനും ബെസ്റ്റ് ഫാദർലെസ് ക്വസ്റ്റിനും ബെസ്റ്റ് ആങ്കറിനും അവാർഡ് വരെ കൊടുക്കേണ്ട ഗതികേടായി. അമ്മാതിരി ആക്ടിംഗ് അല്ല രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്റർവ്യൂവിൽ ആക്ട് ചെയ്യുന്നത്. ഈ ഫാദർലെസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് പോരാഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ പുഴുത്ത വർത്താനം പറയാൻ വാ പൊളിക്കുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് തംബ്നെയിലാക്കി വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്ന മീഡിയ വാണങ്ങൾ വരെ ഇപ്പൊ മാർക്കറ്റിലുണ്ട്. എന്തായാലും ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ സമ്മതമൊന്നും ഇല്ലാതെ അങ്ങനെയൊന്നും പറ്റത്തില്ലെന്നാണ് എന്റെ ഒരു ക്രിഞ്ച് നിഗമനം. സോ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഗോൺ റോങ് ഇന്റർവ്യൂസ് എല്ലാം സ്ക്രിപ്റ്റഡ് ആയിരിക്കും, വെറുതെ കാണുന്ന ആൾക്കാരെ പറ്റിക്കാനായിട്ട്. വൈ ഇവർക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത്? മര്യാദക്ക് അങ്ങ് ഇന്റർവ്യൂ ചെയ്ത പോരെ. ഈ സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ പോട്ടേന്ന് വെക്കാം. ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്യൂട്ട്നെസ് തൂറി മെഴുകുന്നവരെ ഇച്ചിമുള്ളി ഫാൻസ് ഉള്ളവരെയൊക്കെ പിടിച്ച് എന്തിനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഈസ് ദാറ്റ് ദി ന്യൂ ഇന്റർവ്യൂ കൾച്ചർ ബിഫോർ GTA 6? സോ ഗൈസ്, ഈ ഇന്റർവ്യൂസും എക്സ്ക്ലൂസീവ്സും റിവ്യൂസും ഒക്കെ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ അല്ലെങ്കിൽ സ്വയം പൊങ്ങി ഇൻഫ്ലുവൻസേഴ്സിന്റെയും സെൽഫ് പ്രൊക്ലൈംഡ് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇടയിൽ ഒരു കോമൺ തിങ് ആയി മാറിക്കഴിഞ്ഞു. ഇനിയെങ്ങാനും ഇതൊക്കെ ഈ മീഡിയ വാണങ്ങളെ കൊണ്ട് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണോ ഇവർ? എന്നെ പോലെ നമ്മൾ താമസിക്കുന്ന ഈ സൊസൈറ്റിയിൽ പുതിയൊരു കൾച്ചർ തന്നെ ഈ പാപ്പരാസി മീഡിയ വാണങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഓരോ ദിവസം ഈ ഇന്റർവ്യൂസ് കാരണം എയറിൽ പോകുന്നവരുടെ എണ്ണം കൂടി വരുവാണ്. ഇതൊന്നും ഇനി കുറയാനും പോകുന്നില്ല. ഒരു ദിവസം ഈ ചുണ്ണി മീഡിയക്കാർ നിങ്ങളെയും തേടി വരും. സോ അതുവരെ കീപ് വർക്കിംഗ് ആൻഡ് ഹോണിംഗ് യുവർ ചുണ്ണിത്തരംസസ് ഇൻ സോഷ്യൽ മീഡിയാസ്. ഇത്രയും പറഞ്ഞ എന്റെ ഇന്റർവ്യൂസ് എക്സ്ക്ലൂസീവ്സ് എടുക്കാൻ ആരിലുമൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എക്സ്ക്ലൂസീവ്സ് ഒക്കെ എടുക്കാനാണെങ്കിൽ ലൊക്കേഷൻ ഒക്കെ മാറ്റി പറയും. ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിൽ സൂം ഇന്റർവ്യൂസ് കൊടുക്കും, അതും ക്യാമറ ഓഫ് ചെയ്തിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓൺലൈൻ മീഡിയ കൾച്ചർ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയ കൾച്ചറിനെ പറ്റി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പോയിട്ട് അടുത്ത മുറ്റു വീഡിയോ ആയിട്ട് വരാം. പീസ്.